രാധേയഗാനൻ അധ്യായം 27. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം മുറിവേൽക്കാത്തതെന്ന് ഞാൻ എന്റെ മാതാപിതാക്കളോട് ചോദിച്ചു. എന്നാൽ അവരിരുവരും മൗനം പാലിച്ചതല്ലാതെ മറ്റൊന്നും പറയുവാൻ തയ്യാറായില്ല. എന്റെ ചോദ്യം അവരെ വിഷമിപ്പിക്കുന്നത് കണ്ട് ഞാൻ പിന്നീട് ചോദിക്കുന്നത് നിർത്തി. ആരോട് ചോദിക്കണമെന്ന് എനിക്കറിയില്ല രാജമാതി. ആരെങ്കിലും എന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിയിരുന്നെങ്കിലെന്ന് ഞാൻ ആശിക്കുന്നു. ഒരു ക്ഷത്രിയനല്ലാതിരുന്നിട്ടും എനിക്ക് ധനൻവിദ്യയെ പ്രാപ്തമാക്കണമെന്ന് ആഗ്രഹം എന്തായിരുന്നുവെന്ന് അറിയില്ല. മറ്റെല്ലാ സൂതപുത്രന്മാരും എന്നെ പോലെയല്ല ചിന്തിക്കുന്നത്. അവർ സ്വന്തം പിതാവിന്റെ ജോലി തന്നെ തിരഞ്ഞെടുക്കുന്നു. അവർക്കതിൽ സന്തോഷവുമുണ്ട്. അവർക്കൊന്നും എന്നെ പോലെ ധനുർവിദ്യ പ്രാപ്തമാക്കണമെന്ന മോഹമേയില്ല. ഞാൻ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായത് എപ്രകാരമാണ്? രാജമാതാവ് കുന്തിയുടെ കരങ്ങളിൽ കണ്ണന്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമുണ്ടെങ്കിലും അവർ മൗനം പാലിച്ചു. നിസ്സഹായതയോടെ അവർ അവനെ നോക്കി. പുത്ര, ഈ രഥത്തിന്റെ സാരഥിയാകുവാനല്ല, രാജാവാകുവാനാണ് ജന്മമെടുത്തത്. വിധിയുടെ കരങ്ങളിൽ ഞാനും നീയും ബന്ധനസ്ഥരാണ്. അതുകൊണ്ട് തന്നെ നീ എന്റെ പുത്രനായിട്ടും എനിക്ക് നിന്നെ ഉപേക്ഷിക്കേണ്ടി വന്നത്. എനിക്ക് എന്റെ പതിയോട് സത്യം തുറന്നു പറയാനായില്ല. ആ സത്യം സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഞങ്ങളോട് വിട പറഞ്ഞു. നിന്നോട് എല്ലാ സത്യവും തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാം കേട്ടുകഴിഞ്ഞാൽ പുത്ര, നീ എന്നെ വെറുക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നീ എന്നെ സ്വീകരിക്കുവാൻ തയ്യാറാവില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് പുത്ര. നീ ദുർവാസ മഹർഷിയുടെ യജ്ഞത്തിന്റെ പ്രഥമ ഫലമാണ്. പ്രഥമ ഫലത്തിന് മറ്റു ഫലത്തേക്കാൾ ശക്തി കൂടുതലായിരിക്കും. ഭഗവാൻ സൂര്യനാരായണന്റെ അർദ്ധഭാഗമാണ് നീ. അതുകൊണ്ട് തന്നെ പാണ്ഡവരെക്കാളും കൂടുതൽ ദിവ്യത്വം നിന്നിലുണ്ട് പുത്ര. എന്നാൽ നീ ഇന്ന് അധർമ്മത്തിന്റെ പക്ഷത്താണ്. നിന്നിലും ധർമ്മം വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പുത്ര. നീ അധർമ്മത്തിലേക്ക് വലിച്ചഴക്കപ്പെട്ടിരിക്കുന്നു. നിന്നെ അതിൽ നിന്നും എങ്ങനെ രക്ഷിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. സത്യം തുറന്നു പറയാതെ നീ പിന്മാറുവാനും തയ്യാറാവില്ല. പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഹൃദയം വേണ്ട എന്ന് വിലക്കുന്നു. നിന്നെ എന്നേക്കുമായി എനിക്ക് നഷ്ടമാകുമെന്ന് പറയുന്നു. എന്നാൽ നീയും അർജുനും ഇപ്പോൾ ശത്രുതയിലാണ്. ഈ സത്യം എന്നെ തളർത്തുന്നു പുത്ര. എന്റെ 6 പുത്രന്മാരോടും സത്യം തുറന്നു പറഞ്ഞിട്ട് അവർ നൽകുന്ന ശിക്ഷ എന്ത് വേണമെങ്കിലും സ്വീകരിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. രാജമാതേ, കർണൻ അവരെ ചിന്തകളിൽ നിന്നുണർത്തി. എന്റെ ഭ്രാന്തൻ ചോദ്യങ്ങൾ കേട്ട് അവിടുന്ന് വിഷമിച്ചിട്ടുണ്ടാവുമല്ലേ? എന്നോട് ക്ഷമിക്കൂ രാജമാതേ. ശരി, നമുക്ക് ഇവിടെ നിന്നും ഗമിക്കാം. ഇരുൾ പടരുന്നു. അവിടത്തേക്ക് കൊട്ടാരത്തിൽ എത്തിച്ചേരേണ്ടതല്ലേ? അവിടത്തോട് സംസാരിച്ചപ്പോൾ മനസ്സിലെ ഭാരം കുറഞ്ഞതുപോലെ. വരൂ, പോകാം. ഒന്നും മിണ്ടാതെ അവർ കർണന്റെ പിന്നാലെ നടന്നു. വൃഷാലി ഗൃഹത്തിലിരുന്ന് ചിന്തിക്കുകയായിരുന്നു. താൻ ചില സത്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു കർണ. അത് നിന്നോട് എങ്ങനെ പങ്കുവെക്കുമെന്നറിയാതെ മനസ്സുഴലുന്നു. വിവാഹക്കാര്യം വന്നപ്പോഴും ഞാൻ മൗനം പാലിച്ചതും ഇതേ കാരണം കൊണ്ടാണ്. ഒരു ദിനം നിന്റെ ഗൃഹത്തിലേക്ക് ഞാൻ ചെല്ലുകയായിരുന്നു. എന്നാൽ ഞാൻ അകത്ത് പ്രവേശിച്ചിരുന്നില്ല, പുറത്താണ് നിന്നിരുന്നത്. അപ്പോഴാണ് രാധമ്മയുടെയും അതിരഥ പിതാവിന്റെയും ശബ്ദങ്ങൾ എന്റെ ചെവിയിലെത്തിയത്. അവർ എന്തോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കുകയായിരുന്നു. ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് വന്നു നിന്നു. ഇങ്ങനെ മറഞ്ഞു നിന്ന് കേൾക്കുന്നത് നല്ലതല്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ അതുകൊണ്ട് പോകുവാൻ തീരുമാനിച്ചു. എന്നാൽ പോകാൻ പോയപ്പോഴാണ് നിന്റെ നാമം എന്റെ ചെവിയിലെത്തിയത്. അത് കേട്ടതും ഞാൻ അവിടെ തന്നെ നിന്നു. ആകാംക്ഷയോടെ അവർ പറയുന്നത് ശ്രവിച്ചു. രാധമ്മയുടെ ശബ്ദം മുഴങ്ങി കേട്ടു. അങ്ങ് എന്താണ് പറയുന്നത്? നമ്മുടെ പുത്രനോട് എല്ലാ സത്യവും തുറന്നു പറയണമെന്നാണോ? ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. സത്യമറിഞ്ഞാൽ നമ്മുടെ പുത്രൻ നമ്മെ ഉപേക്ഷിച്ചു പോകില്ലെന്ന് എന്താണ് ഉറപ്പ്? അവൻ നമ്മുടെ പുത്രനല്ലെന്നുള്ളത് അവൻ ഉൾക്കൊള്ളുവാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? രാധമ്മയുടെ ആ വാക്കുകൾ എന്നെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം രാധാമാതാവിന്റെയും അതിരഥ പിതാവിന്റെയും പുത്രനല്ലെന്നോ? ഇതെങ്ങനെ സംഭവ്യമാകും? എനിക്കൊന്നും മനസ്സിലായില്ല. രാധേ, അവൻ ഇപ്പോൾ വളർന്നു വലുതായി. ഇനിയെങ്കിലും നമ്മൾ അവനെ സത്യമറിയിക്കേണ്ടത് ഉചിതമല്ലേ? അവന് ജന്മം നൽകിയവർ ആരെന്ന് നമുക്കറിയില്ല. എന്നാൽ ഗംഗാ നദിയുടെ പ്രവാഹത്തിൽ നിന്നുമാണ് നമുക്ക് അവന് പ്രാപ്തമായത്. അവന്റെ കഴിവുകൾ നീയും കണ്ടതല്ലേ? ഈ ആര്യാവർത്തത്തിലെ രാജകുമാരന്മാരെക്കാൾ സമർത്ഥനാണ് നമ്മുടെ പുത്രൻ. എന്തിനേറെ പറയുന്നു,
ആ പാണ്ഡുപുത്രനായ അർജുനേക്കാളും കേമനാണ് നമ്മുടെ പുത്രൻ. ആര്യവർത്തത്തിലെ ഏറ്റവും വലിയ യോദ്ധാവാണ് അർജുനൻ എന്ന് പറയുന്നു. എന്നാൽ നമ്മുടെ പുത്രൻ ആ അർജുനെയും പരാജയപ്പെടുത്തിയിരിക്കുന്നു രാധേ. നമ്മുടെ വംശത്തിൽ നിന്നാൽ അവന്റെ സാമർത്ഥ്യത്തെ ആരും അംഗീകരിക്കുകയില്ല. അംഗരാജ പദവി അവന് പ്രാപ്തമായത് എങ്ങനെയെന്ന് നിനക്കറിയാവുന്നതല്ലേ? അവനെ ഏവരും എത്രത്തോളം അപമാനിച്ചുവെന്ന് നീയും കണ്ടതല്ലേ? നമ്മുടെ പുത്രന്റെ വേദന കണ്ടിട്ടും നാം ഇരുവരും മൗനം പാലിക്കുന്നത് ഉചിതമാണോ? എന്നാൽ സ്വാമി, സത്യമറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മെ അവൻ ഉപേക്ഷിച്ചു പോവില്ലേ? അവൻ ഒരു പക്ഷേ അവന്റെ സ്വന്തം മാതാപിതാക്കളെ തേടി പോവുകയാണെങ്കിലോ? നാം എന്തു ചെയ്യും സ്വാമി? ഉത്കണ്ഠയോടെ രാധാമാധവ് ചോദിച്ചു. രാധേയ കർണൻ അടുത്ത അധ്യായത്തിൽ തുടരും.